ഹായ്! നല്ല വെണ്ണ പോലത്തെ പാൽക്കപ്പയും അതിൻ്റെ കൂടെ നല്ല എരിവുള്ള ബീഫ് കറിയും കൂട്ടി കഴിച്ചിട്ടുണ്ടോ? കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാൽക്കപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ചീനി നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ചീനി ഒന്ന് പകുതി വേവിച്ചെടുത്താൽ മതി കേട്ടോ. പകുതി വെന്ത ചീനിയിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളിയും കുറച്ച് കാന്താരി മുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല വറ്റി വരണം. നല്ല വെന്തുടഞ്ഞ് വരുവാകുമ്പോഴത്തേക്കും തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കരുത്. എന്നിട്ട് കടുകും കൂടെ വറുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബീഫ് കറിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.